ജീവിതത്തിൽ എവിടെയോ കുറവുകളും ബലഹീനതകളും ഒക്കെ സംഭവിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ തീർന്നുപോയി എന്ന് കരുതരുത്. പൗലോസ് പറയുകയാണ്, പാപം പെരുകിയിടത്ത് അത്യന്തം ദൈവത്തിൻ്റെ കൃപയും വർദ്ധിച്ചു. ഇന്ന് പകൽ വിശ്വസിച്ച് ദൈവം ഇന്നലകളിൽ എന്നോട് കാണിച്ചതിനെക്കാട്ടിലും അധികമായ ഒരു കരുണ ഈ കാലഘട്ടത്തിൽ എൻ്റെ മേൽ വെളിപ്പെടുവാൻ പോവുകയാണ്. എൻ്റെ ബാല്യത്തിലും യൗവനത്തിലും ഞാൻ അനുഭവിച്ച ഒരു ദയയല്ല ഈ ജീവിതത്തിൻ്റെ ഈ നാളിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. എൻ്റെ ആയുസ്സിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, എൻ്റെ കുടുംബത്തിൽ ഒരാളും അനുഭവിച്ചിട്ടില്ലാത്ത, എൻ്റെ കാലഘട്ടത്തിൽ ഒരാളും കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ ദയ എൻ്റെ ദൈവം എൻ്റെ മേൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. കാരണം എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അതാ പറയുന്നത്, നിന്നോടുള്ള ദൈവത്തിൻ്റെ കരുണ വർദ്ധിക്കുമെന്ന്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, ഇന്നലകളിൽ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കരുണ ഞാൻ അനുഭവിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ മക്കളെ വിളിച്ചു പറഞ്ഞാട്ടെ, മക്കളെ, ഇന്നലകളിൽ നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കരുണ നിനക്ക് കിട്ടും. SSLC പരീക്ഷയിൽ നീ അനുഭവിച്ച കരുണയെക്കാട്ടിലും വലിയൊരു കരുണ നിനക്ക് +2 കിട്ടും. +2 നീ അനുഭവിച്ച കരുണയെക്കാട്ടിലും വലിയൊരു കരുണ നിന്റെ എൻട്രൻസിൽ ലഭിക്കും. എൻട്രൻസിൽ നിനക്ക് ലഭിച്ച കരുണയെക്കാട്ടിലും വലിയൊരു കരുണ നിന്റെ ഗ്രാജുവേഷനിൽ ലഭിക്കും. ഗ്രാജുവേഷനിൽ നിനക്ക് ലഭിച്ച കരുണയെക്കാട്ടിലും വലിയൊരു കരുണ നിന്റെ റിസർച്ചുകളിൽ ലഭിക്കും. റിസർച്ചുകളിലോ പോസ്റ്റ് ഗ്രാജുവേഷനുകളിലോ നിന്റെ യാത്രകളിലോ ഒക്കെ ലഭിച്ചതിനെക്കാട്ടിലും വലിയ കരുണ നിന്റെ തൊഴിലിടത്തിൽ ദൈവം നിനക്ക് നൽകും. നിന്റെ കുടുംബത്തിൽ, നിന്റെ പരാജയങ്ങളിൽ, നിന്റെ വാർദ്ധക്യത്തിൽ, നിന്റെ ബലഹീനതകളിൽ കൃപ പെരുകും, കരുണ പെരുകും, ദയ പെരുകും. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, ദൈവമേ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കരുണ ഞാൻ കാണട്ടെ.